ഹലോ ഗൈസ്, ഇതെൻ്റെ വീട്ടിലെ ഗാർഡനിലുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് പോളിസിയസ് ഫ്രൂട്ടിക്കോസ എന്നാണ്. ഇത് മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, മിങ്ക് അരാലിയ. ഇത് ഒരു വറ്റാത്ത ചെടിയാണ്. നിത്യഹരിത കുറ്റിച്ചെടിയോ കുള്ളൻ മരമോ ആണ്. ചെടി സാവധാനത്തിൽ വളരുന്നു, പക്ഷേ 1-2 മീറ്റർ വരെ ഉയരത്തിൽ എത്താം. ഇലകൾ കടുംപച്ച നിറമുള്ളതും തിളങ്ങുന്ന ഘടനയുള്ളതും തൃശൂലവും വിഭജിക്കപ്പെട്ടവയുമാണ്. പലർക്കും ഈ ഒരു ചെടി കാണുമ്പോൾ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണോ എന്ന രീതിയിൽ സംശയമൊക്കെ തോന്നാം. സത്യത്തിൽ ഇതൊരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. ഈ പോളിസിയസ് ആർ വേഴ്സറ്റൈൽ സ്മോൾ ഇൻഡോർ ബ്രാഞ്ചിങ് ട്രീസ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇതൊരു തരം ബ്രാഞ്ചിങ് ട്രീസ് ആണ്. ദേ ഗ്രോ ഇൻ ആൻ അപ്രൈറ്റ് ആൻഡ് കോമ്പാക്ട് മാനർ. ഈ ചെടി മരുന്നുകൾ നിർമ്മിക്കുന്നതിലും ഉപയോഗിക്കുന്നുണ്ട്. അതായത് പാരമ്പര്യപരമായി മെഡിസിൻസും അതായത് ടോണിക്കും അതേപോലെ ആൻറ്റി ഇൻഫ്ലമേഷൻ, ആൻറ്റി ടോക്സിൻ, ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസിനൊക്കെ എതിരായ രീതിയിലുള്ള മരുന്നുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ചെടിയുടെ ഭാഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഈ ചെടിയുടെ ഓരോ ഇലകളിലുമുള്ള അതിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടാണ് ആൻറ്റി ഓക്സിഡൻറ്റും അതേപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസൊക്കെ നിർമ്മിക്കുന്നത്. ഈ ചെടി ഏറ്റവും കൂടുതൽ മിങ്ക് അരാലിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന് മറ്റ് 2 പേരുകൾ കൂടിയുണ്ട്. അതായത് അരീലിയ സൂപ്പർ വൈറ്റ് എന്നും ഇത് അറിയപ്പെടും. അതുകൂടാതെ വൈറ്റ് മിങ്ക് അരീലിയ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ അരീലിയ ചെടിയുടെ മറ്റ് കൂട്ടത്തിൽപ്പെടുന്ന ചെടികൾ സാധാരണയായിട്ട് വെള്ളത്തിൽ വളരുന്നവയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ചെടിക്ക് വളരാൻ വേണ്ടിയിട്ട് ശരിക്കും വേണ്ടത് ഈ മോയിസ്റ്റ് ആയിട്ടുള്ള മണ്ണാണ്. അതുകൂടാതെ ഒരു വാട്ടർ ലോഗ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ ഈ ചെടിക്ക് യോജിച്ചതല്ല. ഈ ചെടിക്ക് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചാൽ ഇതിന് ചില തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റും. എന്തെന്ന് വെച്ചാൽ ഈ ഓവർ വാട്ടറിങ് അതിൻ്റെ വേരുകളുടെ റോട്ടിനും അതേപോലെ മറ്റ് സാധാരണയായി ചെടികളിൽ അമിത വെള്ളം ഉപയോഗത്തിലൂടെ വരുന്ന മറ്റ് മാറ്റങ്ങളൊക്കെ ഈ ചെടിയിലും കാണാൻ പറ്റും. ഈ ചെടി വളരാൻ ഇതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് ഇതിന് ആവശ്യമാണ്. അതേപോലെ ചൂട് കാലാവസ്ഥയാണ് ഈ ചെടികളുടെ വളർച്ചയ്ക്ക് ഉത്തമം. അതേപോലെ മീഡിയം ടു ഹൈ ആയിട്ടുള്ള ഹ്യൂമിഡിറ്റിയാണ് ഈ ചെടികൾ വളരാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഈ ചെടികളുടെ ഇലയിൽ നമുക്ക് വളരെയധികം ഡാർക്കായിട്ടുള്ള ഒരു പച്ച പിഗ്മെൻ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. അതൊരു തരം ഗ്ലോസി ആയിട്ടുള്ള ടെക്സ്ചറിലാണ് നൽകിയിരിക്കുന്നത്. ഇത് ട്രിപ്പിനേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഡിവൈഡഡ് ആയ രീതിയിലാണ് കാണപ്പെടുന്നത്. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.